മീൻകറിക്ക് ആവശ്യമായ തക്കാളി, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് 2ആയി കീറിയത്, ചുമന്നുള്ളി ചതച്ചത്. കിളിമീൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. കഴുകി വെച്ച മീൻ, കഴുകി വൃത്തിയാക്കിയ മീൻ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ കടുക് ചേർക്കുന്നില്ല. പച്ച ഉലുവ ഇട്ട് കൊടുക്കും. ഉലുവ പൊട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടുന്നുണ്ട്, സൗണ്ട് കേൾക്കാം. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി പച്ചമണം മാറുന്നത് വരെ ഇളക്കണം. പച്ചമണം മാറണം, ഇതിൻ്റെ ടേസ്റ്റ് എടുക്കണം. വെളുത്തുള്ളി ഒരു ചുമന്ന കളറായിട്ടുണ്ട്. ഇനി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി അതേപോലെ പച്ചമണം മാറണം. അടുത്ത ചുമന്നുള്ളി, പച്ചമുളക് രണ്ടും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. അടുത്തതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി എല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പില, ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. മുളക് പൊടി ഞാൻ ഇച്ചിരി തനിയെ വറുത്തെടുക്കുക. തനിയെ വറുത്ത് ചേർക്കുക. മുളക് പൊടി മാത്രം. മുളക് പൊടിയിൽ ഞാൻ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. എപ്പോഴും മീൻ കറിക്കായാലും എന്ത് കറിക്കായാലും ചൂടുവെള്ളം തന്നെ ചേർക്കണം. എങ്കിലേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാം നല്ല വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നേരത്തെ കലക്കി വെച്ചേക്കുന്ന അരപ്പ് നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നല്ല തിളച്ചിട്ടുണ്ട്. നല്ല തിളച്ചതിന് ശേഷമേ മീനിട്ട് കൊടുക്കാവൂ. മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. നമുക്ക് കറിയെല്ലാം ഇവിടെ ഇതായിട്ടുണ്ട്. റെഡിയായോ അത് മീൻ കറിയുടെ അരപ്പെല്ലാം ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് വേവിക്കാം. കിളിമീൻ വലിയ വേവില്ല, പെട്ടെന്ന് വേഗം. ഒരുപാട് വെള്ളം ചേർക്കരുത്. അപ്പോൾ കറിയെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കരിയാപ്പില ഇടണം. ഓഫ് ചെയ്തിട്ട് കരിയാപ്പില ഇട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്തേക്കുവാണേ. ചട്ടി ചൂടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ തിളയ്ക്കുന്നത്. കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം. അപ്പോൾ കറി റെഡിയായിട്ടുണ്ട്. കിളിമീൻ കറി. മല്ലിപ്പൊടി ശകലം പോലും ഞാൻ ചേർത്തിട്ടില്ല. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. എനിക്ക് മല്ലിപ്പൊടി മീൻ ചേർക്കുന്നത് ഇഷ്ടമല്ല.